ട്രെയിനിൽ കയറിയപ്പോൾ തുടങ്ങി ഗെയിമുകളിൽ നിന്നത് ലണ്ടൻ സ്റ്റേഷനിലെത്തിയിട്ടാണ്. സാധാരണ ദിവസങ്ങളിൽ ട്രെയിനിൽ ഫുഡും ഡ്രിങ്ക്സും സെർവ് ചെയ്യുന്നതാണ്. പക്ഷെ ഞങ്ങൾ യാത്ര ചെയ്യണോണ്ടാ തോന്നുന്നു അന്ന് അവർക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് അവർ അനൗൺസ് ചെയ്തു. എന്നിട്ട് പറയാം, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് കോസ്ഡ് എന്ന്. വിശന്ന് പട്ടിയായി ഞങ്ങൾ. അവിടെ ഇറങ്ങി അപ്പം തന്നെ അവിടെ നിന്ന് ഒരു ഷോപ്പിൽ കയറി ഒരു ചിക്കൻ റാപ്പും കഴിച്ച് നേരെ അണ്ടർഗ്രൗണ്ടിലോട്ട് പോയി. ഇനി ഫുൾ അണ്ടർഗ്രൗണ്ട് കളികൾ, ഓൺലി ഇൻ ട്യൂബ് യാത്ര. ടാപ്പ് ചെയ്യുന്നു, പൈസ പോകുന്നു, നമ്മൾ പോകുന്നു. അങ്ങനെ സർക്കിൾ ലൈൻ പിടിച്ച് വെസ്റ്റ് ബോൺ പ്ലാറ്റ്ഫോം 1 നിന്നാണ് നമുക്ക് ട്യൂബ്. അവിടെ നിന്നൊരു 11 മിനിറ്റ് ട്യൂബിൽ യാത്രയുണ്ട്. ആരും കാണാതെ ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കണ കണ്ടോ. അങ്ങനെ ഞങ്ങൾ മാൻഷൻ ഹൗസിൽ എക്സിറ്റ് ചെയ്തു. അപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ പെട്ടി തൂക്കി ഈ പെട്ടികളൊക്കെ കയറണമെന്ന്. ഞാൻ നിർബന്ധിച്ചിട്ടല്ല കേട്ടോ, വൈഷ്ണവ് സ്വയം പറഞ്ഞിട്ടാണ് ഈ ചെയ്യുന്നത്. അങ്ങനെ കൊച്ചി എത്തി എന്ന് പറഞ്ഞ പോലെ ലണ്ടൻ സിറ്റി എത്തി. ഞാൻ 1-2 തവണ വന്നിട്ടുണ്ടെങ്കിലും ദിസ് ടൈം വാസ് സ്പെഷ്യൽ ഫോർ മീ ആസ് ഹീസ് ദെയർ വിത്ത് മീ. അത് ക്രിഞ്ചായി പോയി, ബട്ട് അതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 13 മിനിറ്റിന് നടക്കാൻ ആണ് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ നടന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ആക്ച്വലി വി വർ പ്ലാനിങ് ടു സ്റ്റേ ഇൻ അതർ ഹോട്ടൽ. പക്ഷേ 2 ദിവസം മുന്നേ നോക്കിയാൽ എല്ലാ ഹോട്ടൽസും ബുക്ക്ഡായി പോകും. നേരത്തോടുകൂടി ചെയ്യണം, അതൊക്കെ കിട്ടില്ലേ, ഇതൊരു ടിപ്പാണ്. അങ്ങനെ ഞങ്ങളൊരു സ്റ്റാൻഡേർഡ് റൂം എടുത്ത് ചെക്ക് ഇൻ ചെയ്തു. അപ്പോഴാണ് വേറൊരു നഗ്ന സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ എൻ്റെ ചാർജർ മറന്നിരിക്കുന്നു. ഏത് മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നോ ഫോട്ടോസ്, നോ വീഡിയോസ്, നോ വ്ളോഗ്സ്, നത്തിങ്. വേറെ വഴിയില്ലല്ലോ, വാങ്ങിച്ചല്ലേ പറ്റൂ. ചിലവ്. അങ്ങനെ ഞങ്ങൾ ചാർജർ വാങ്ങി. കൂട്ടത്തിൽ കൂടെ ഞാനൊരു പവർ ബാങ്കും കൂടി വാങ്ങി. എന്നാലും ഒരു ചിലവായി പോയല്ലോ എന്ന് എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് സാരല്ല പോട്ടെ, ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ച് നടന്നു. ലണ്ടൻ തെരുവുകളിലൂടെ ഞാൻ അങ്ങനെ എന്നെ തന്നെ സമാധാനിപ്പിച്ച് നടന്നു. ഇനിയാണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്.